ഞാൻ ഇവിടെ ആരും ഉപദ്രവിച്ചിട്ടില്ല. ഇവർക്കൊക്കെ എന്താണ് എന്റെ അടുത്ത് ഈ ഒരു പ്രശ്നം? ഞാൻ പോട്ടെ ഇവിടെ നല്ല കളിക്കുന്നുണ്ട്, അത്രയും മനസ്സിലാകും. ഞാൻ പോട്ടെ. അഭിലാഷ് പുറത്തുനിന്ന് അനുമോൾക്ക് എത്ര സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അകത്ത് കയറിയ മനുഷ്യനാണ് എന്ന് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഞാൻ മനസ്സിലാക്കി എന്നുള്ളതാണ്. അതായത് അനുമോളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാം എന്നുള്ളൊരു ധാരണയിൽ വന്നതാകും. ബാക്കിയുള്ള ആളുകൾ എല്ലാവരും ഒന്നല്ല, അനുമോളെ എതിരെ നിൽക്കുന്ന ആളുകളുണ്ട്. ബിൻസിക്ക് പേഴ്സണൽ ആയിട്ട് വിഷയമുണ്ട്. അപ്പാനി ബിൻസിയുമായി ബന്ധപ്പെട്ടുള്ള ആ വിഷയത്തില് അനുമോളാണ് ഇത് പറഞ്ഞത് എന്ന് അവർ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ബിൻസിയൊക്കെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് TV കണ്ടു അല്ലെങ്കിൽ എപ്പിസോഡ് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അനുമോളുടെ കൂടെ തന്നെ ശൈത്യയെയും മാറ്റി നിർത്തി സംസാരിക്കേണ്ടിയിരുന്നിരുന്നു. പക്ഷെ ശൈത്യയെ വെളുപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്നു എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും ആവട്ടെ, കർമ്മ എന്നൊന്നുണ്ട്. എല്ലാവരും എന്താണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ട് ആ ഒരു ചോദ്യങ്ങൾ അവർക്ക് ചോദിക്കാമല്ലോ. പിന്നെ ഞാൻ ആരെയും ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ട്, അനീഷേട്ടൻ എന്നാണ് പേര്. സ്വന്തം കുടുംബത്തിൽ 31 ലക്ഷം രൂപ കടമുണ്ടെന്നോ വീട് പണയത്തിലാണെന്നോ കാറ് പണയത്തിലാണ് എന്നൊന്നും പറയാത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരാളുടെ അടുത്തും പോയിട്ട് ഒരിക്കലും വോട്ട് തെണ്ടാത്ത ഒരു സാധാരണ മനുഷ്യൻ. ആ സാധാരണക്കാരനാണ് എന്റെ വോട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു മാറ്റമില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ തന്നെ 4 റീലിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആളൊക്കെ സെലിബ്രേറ്റ് ചെയ്യണത്രേ. എന്ത് വാടേ ഇത്? അനുമോളെ പോലെ എന്തായാലും അനീഷേട്ടനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, കാരണം അയാൾ ഒരു വലിയ സെലിബ്രിറ്റി അല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേറെ വലിയൊരു കോമഡി ഉണ്ട്. അതായത് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് അനുമോൾ അറിഞ്ഞുകൊണ്ടോ അനുമോളുടെ കുടുംബക്കാരെ അറിഞ്ഞുകൊണ്ടോ ആവില്ല ഈ ഒരു കാര്യം. അതായത് ഈഴവയായ പെൺകുട്ടിക്ക് ജാതി പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുന്നതോ, ഞാൻ പറഞ്ഞിട്ടോ അവരുടെ ഫാമിലി ആവില്ല, എന്നാൽ പോലും ജാതി ചോദിച്ച് വോട്ട് ചോദിച്ച ആദ്യം അങ്ങനെ പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ സാമ്പത്തിക പ്രശ്നങ്ങളും ബിഗ് ബോസിനകത്ത് എല്ലാവർക്കും എതിരെ നടന്ന് സംസാരിച്ച കുറെ കാര്യങ്ങളും അത് ശരിയോ തെറ്റോ എന്തോ ആവട്ടെ, ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഒരു വിവാദങ്ങളും ഉണ്ടാക്കാത്ത ഒരു പച്ചയായ മനുഷ്യനുണ്ട് അവിടെ, അനീഷേട്ടൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഇത് അനുമോളിട്ടർ എല്ലാവരും ഇരുന്ന് ഊറ്റുന്ന്. അയ്യയ്യേ, അങ്ങനെ ഊറ്റപ്പെടാനും ചീത്ത വാങ്ങാനും വഴക്കുണ്ടാക്കാനും ഒരിക്കലും അനീഷേട്ടൻ തയ്യാറല്ല. പല വിഷയങ്ങളിൽ അനീഷേട്ടൻ ഇടപെട്ടൽ നടത്തിയിട്ട് അവസാനിപ്പിക്കും മക്കളെ, സന്തോഷത്തോടെ ഇരിക്കും മക്കളെ എന്ന് പറയുമ്പോ പോലും ഷാനവാസൊക്കെ അടക്കമുള്ള ആളുകൾ ഇങ്ങേരിക്ക് എന്താ അവരെന്താ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ വ്യക്തികളാണെന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യത്വം എന്ന ഒരൊറ്റ സാധനം അനീഷേട്ടന്റെ ഭാഗത്തുള്ളൂ. ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാൻ പോകുന്ന വളരെ വ്യക്തമായ കാര്യങ്ങളാണ്. തീർച്ചയായും നിങ്ങൾ മുഴുവൻ കാണണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാലയിലേക്ക് അടുക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ PR കൊടുത്ത ആളുകൾ ജയിക്കണോ, സാധാരണക്കാർ ജയിക്കണോ? അത്ര എനിക്ക് പറയാനുള്ളൂ. നേരെ വീട്ടിലിട്ട് കേട്ട രജിത് കുമാർ കുറച്ച് നഗ്ന സത്യങ്ങൾ പറയുന്നു. മുളക് ചേട്ടായി കമാൻ. യെസ് പറഞ്ഞാൽ പുറത്തിറങ്ങിയ ആൾക്കാർ ഇത് കെട്ടിക്കും, അത് നടക്കില്ല. ഇത് നോ പറഞ്ഞാൽ ഇത്രയും പാവം നല്ല വ്യക്തി പുറകെ നടന്നിട്ട് നിഷ്കരണം തള്ളി എന്ന് പറഞ്ഞാൽ പുള്ളി മറ്റേ കാർഡിട്ട് കളിക്കും, ഇമോഷൻ കാർഡിട്ട് ആര് കളിക്കും, മറ്റേ പുള്ളി കളിക്കും. മനസ്സിലായില്ലേ? ആണോ ചേട്ടാ? അണ്ണാ അനുമോൾ എന്താ ഓക്കെ പറഞ്ഞാ പുറത്ത് നാട്ടുകാർ കെട്ടിക്കും, ഓക്കെ അല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനീഷേട്ടൻ ഇമോഷണലി ഇത് ചെയ്യുന്നു. ഒരു തേങ്ങാക്കൊലയോടെ നടന്നില്ലല്ലോ. അനീഷേട്ടൻ അപ്പൊ തന്നെ കാര്യം മനസ്സിലായി അനുമോൾക്ക് ഇഷ്ടമല്ല, അയാൾ അത് വിട്ടു. അവിടെ അത് നടന്ന് വിറ്റ് കാശാക്കി എന്ന് പറയേണ്ടി വരും. കണ്ടന്റ് PR-ന് വാരി വാരി എറിഞ്ഞു കൊടുത്തു അനുമോള്. ആ ഒരു കാര്യം പറഞ്ഞ് അവിടെ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയത് അനുമോളാണ്, അല്ലാതെ അനീഷേട്ടനല്ല. പുറത്തു നിന്ന ആളുകൾക്ക് പോലും അനീഷേട്ടൻ കൊടുത്ത മറുപടി ഉണ്ട്. അതിവിടെ തീർന്ന വിഷയമാണ്. വല്ലാണ്ട് ഇളക്കാൻ നിൽക്കല്ലേ, ഇളക്കി ഞാൻ കൈ തരും. അടുത്ത കഷ്ണം. അനുമോളുടെ ഭാഗത്തു നിന്നും മിസ്റ്റേക്ക് ഉണ്ട്. പ്രലോഭനം എന്ന് പറയുന്ന ഒരു സാധനം ഈ ആരൊക്കെ അവിടെ പറഞ്ഞപ്പോഴത്തേക്ക് കണ്ണുകൊണ്ടൊരു നോട്ടവും പിന്നെ ഒരു സാധനവും പിന്നെ ആ തലേണ പില്ലോയൊക്കെ എടുത്തോണ്ട് ഗിഫ്റ്റ് കൊടുത്ത് കണക്ക് മറിച്ച് നോക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു എന്താ പറയാ, ഒരു ചില കളികൾ പോലെ ഒരു ഡ്രാമ. 101% ആ വിഷയത്തിൽ അനുമോളുടെ ഭാഗത്ത് മാത്രമാണ് തെറ്റ്. അനീഷേട്ടന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അയാൾ വെറുതെ നടന്നിരുന്ന മനുഷ്യനാണ്. അയാളുടെ മനസ്സിനകത്തേക്ക് ആവശ്യമില്ലാതെ ഓരോന്ന് കൊടുത്തിട്ടാണ് അനുമോള് അയാൾ അങ്ങനെ ആക്കിയത്. അയാൾ ഇമോഷണലി തകരാത്തൊരു മനുഷ്യനാണ്, അതെല്ലാവർക്കും അറിയാം. അയാളെ തകർക്കാൻ ശ്രമിച്ചു എന്ന് പറയേണ്ടി വരും. അവിടെ കൃത്യമായി പറയുകയാണെങ്കിൽ അനുമോൾ ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ ശ്രമിച്ചതാണോ എന്നുള്ള ഒരു ഡൗട്ട് സാബുമാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഈ വിഷയം നടക്കുന്നതിന് മുന്നേ അല്ലേ? അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അനീഷേട്ടൻ ലവ് ട്രാക്ക് പിടിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടോ? ഒലക്കാതെ പോയിട്ടുണ്ട്? ഒരിക്കലും പോയിട്ടില്ല. പകരം അനുമോളാണ് ഇങ്ങോട്ട് വന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടി ആ പാവപ്പെട്ട മനുഷ്യൻ അവരെ മുഖത്ത് നോക്കിയത് പറഞ്ഞ നാണം കെട്ടത്. പക്ഷെ ആ നാണക്കേടൊന്നും അനീഷേട്ടനെ ബാധിക്കൂല. അനീഷേട്ടന്റെ വോട്ടിനെ അത് താഴ്ത്തി കെട്ടാനും കഴിയില്ല. ഇപ്പോഴും ചില ആളുകളുടെ കടം വെട്ടിക്കൊടുക്കാനാണ് ഇവിടെയുള്ള പ്രേക്ഷകരൊക്കെ തയ്യാറായിട്ടിരിക്കുന്നത്. ജനുവിനായി കളിച്ച ഒരുപാട് ആളുകളുണ്ട്, അവരെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്ന പോലുമില്ല. ഇനി അനീഷിന്റെ ഗെയിം പ്ലാൻ ആണോ അനുവിനെ കൊടുക്കാൻ? ഇതിപ്പോ രണ്ടുപേരും ഗെയിം പ്ലാൻ ഇട്ടു. പക്ഷെ ഈനാൻ വെച്ചിക്ക് മരപ്പെട്ടി എന്ന് പറഞ്ഞ കണക്കിപ്പോ രണ്ടും കുടുങ്ങും. ഇതിപ്പം പ്രേക്ഷകർ മണ്ടരാവോ അതോ പ്രേക്ഷകരെ മണ്ടരാക്കുന്നതാണോ
എന്തായാലും പ്രേക്ഷകർ മണ്ടന്മാരാണെന്ന് തോന്നുന്നുണ്ടോ? പ്രേക്ഷകർ മണ്ടരല്ല, അത് നമുക്ക് ലാസ്റ്റ് റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവും. നെവിനെ വിജയിപ്പിക്കേണ്ടി വരും. നെവിന്റെ ആളാണേ, നെവിനെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നത്. പ്രേക്ഷകർ മണ്ടന്മാരല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ ഈ പരിപാടി കാണുന്നത് വീട്ടമ്മമാരാണ്. ഈ വീട്ടമ്മമാരെ കണ്ണുനീര് കൊണ്ട് വീഴ്ത്തിയ ഒരു മനുഷ്യത്തെയാണ് ഈ അനുമോള്. അങ്ങനെ പറയേണ്ടി വരും. ഗെയിം കൊണ്ട് വീഴ്ത്തി എന്ന് പറയാൻ പറ്റില്ല, കണ്ണുനീര് കൊണ്ട് വീഴ്ത്തിയതാ. അതുകൊണ്ട് തന്നെ അവരറിയാണ്ട് വോട്ട് ചെയ്ത് പോണതാണ് അല്ലെ. പിന്നെ PR-ന്റെ കഥ വിനിച്ചേട്ടായി തന്നെ പറയുന്നുണ്ട്. വോട്ട് പൈസ കൊടുത്ത് വാങ്ങുക, ആളുകൾക്ക് 10-20 രൂപ കൊടുത്തിട്ട് വോട്ട് പൈസ കൊടുത്തിട്ട് വാങ്ങുക, എന്നിട്ട് ജയിപ്പിക്കുകയാണ് പരിപാടി. വളരെ ഊള പരിപാടികളൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അയാളുടെ വായിൽ നിന്ന് തന്നെ നമുക്കത് കേൾക്കാം. സിറ്റുവേഷൻ വെച്ച് ഞാനൊരു 1.5 ലക്ഷം രൂപയ്ക്ക് വർക്ക് ചെയ്യാം, വെറും 1.5 ലക്ഷം രൂപ കേട്ടോ. ആ 1.5 ലക്ഷം രൂപ എനിക്ക് തന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈത്യയുടെ ഒരു എവിക്ഷൻ ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം RJ ബിൻസി ഔട്ടായ ഒരു വീക്ക്. അപ്പൊ ആ ഒരു വീക്കിന് ശൈത്യ ഔട്ട് ആവേണ്ടതായിരുന്നു. അപ്പൊ ആദ്യത്തെ വീക്ക് RJ മുൻഷി ഔട്ടായി, അതിനുശേഷം RJ ബിൻസി ഔട്ടായി. അപ്പൊ ഈ RJ ബിൻസി ഔട്ടാവണ വീക്കിന് വേണ്ടി അവരുടെ സമ്മതപ്രകാരമാണ്. ഇപ്പോ നിങ്ങൾക്ക് അറിയാം, വോട്ട് കാശ് കൊടുത്ത് ചെയ്യുന്ന കുറച്ച് ടീമുണ്ട്. നിന്നെ പോലെയുള്ള കുറെ കൂതറകളും ഊളകളും ചേർന്നുകൊണ്ടാണോ ഈ പരിപാടിയൊക്കെ നശിപ്പിച്ച് നാറാണക്കല്ലെടുപ്പിച്ചിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ പോയിരുന്ന ഒരു പരിപാടി ഈ രീതിയിലേക്ക് ആക്കിയെടുത്തില്ലേ. 5 രൂപക്കും 10 രൂപക്കും വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് പൈസ കൊടുത്തിട്ട് അവരെ വോട്ട് വാങ്ങുക, അങ്ങനെ വോട്ട് വാങ്ങി മറിച്ച് അവരെ എവിഷനിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അതാണ് പരിപാടി. ആഴ്ചയിൽ എവിഷനിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന പരിപാടിയാണ്. അതിന് 1.5 ലക്ഷം രൂപ വാങ്ങിയെന്ന് പറയുന്നത്. എന്നിട്ടും ശൈത്യ തോറ്റു എന്നുള്ളത്. നിന്റെ ഒക്കെ PR-ന്റെ പൈസയും വാങ്ങിക്കൊണ്ട് ഉളുപ്പില്ലാതെ നക്കിയിട്ട് കുറെ ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെക്കാൾ കൂടുതൽ ഒരുപാട് നല്ല നല്ല ആളുകൾ ഉള്ളത് കൊണ്ടാണ് അന്ന് ശൈത്യ ഔട്ടായത്. പക്ഷെ അനുമോളുടെ വിഷയത്തിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. അനുമോൾ എത്ര നെഗറ്റീവ് ചെയ്താലും ഇവരുടെ കയ്യിലുള്ള പണം കൊണ്ട് അവരത് കൃത്യമായിട്ട് വോട്ട് വാങ്ങുമെന്ന് തന്നെയല്ല ഇയാൾ പറയുന്നത്. ഞാൻ കാര്യമായിട്ട് പറയുന്നു, എന്റെ പൊന്നുമക്കളെ, അനീഷേട്ടനെ പോലെയുള്ള പാവപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. പാവപ്പെട്ട ആളുകളിൽ ഷാനവാസ്കിയും പെടും അല്ലെ, അക്ബർ പെടും. പക്ഷെ അക്ബർ പോലും അനീഷേട്ടൻ പൈസ കൊടുത്തിട്ടില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അയാളുടെ ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് പോലും ആരും കൈകാര്യം ചെയ്യുന്നില്ല. അതൊക്കെ സ്വന്തം അവിടെ കിടക്കുക. പക്ഷെ അക്ബർ, ബിന്നി ഇവരൊക്കെ എന്ത് ഡയലോഗ് അടിച്ചിരുന്നല്ലേ. കേക്ക്. ഇപ്പൊ നമ്മുടെ അക്ബറിനെയും ബിന്നിയുടെ ഒക്കെ PR ചെയ്ത ചിന്ത കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വോട്ട് നമുക്ക് തരും. അത് അതായത് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അതായത് ഇവര് കുറച്ച് പിള്ളേർ സെറ്റ് ഉണ്ട്. അവര് പോയിട്ട് ഒരാൾ 100 വോട്ട് വെച്ച് 20 പേര് 100 വോട്ട് വെച്ച് പിടിച്ച് 2000 വോട്ട് 3000 വോട്ട് നമുക്ക് ആവശ്യമുള്ള വോട്ട്. ഇപ്പൊ നമുക്ക് വേണ്ടത് 3000 വോട്ടാണെങ്കിൽ ആ 3000 വോട്ട് അവര് നമുക്ക് വാങ്ങിത്തരും. നിങ്ങൾ എവിടെയെങ്കിലും അനീഷിന്റെ പേര് പറഞ്ഞ കേട്ടിട്ടുണ്ടോ? സീക്രട്ട് ഏജന്റ് ഒക്കെ പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതല്ലാതെ ഇങ്ങനെ ഇയാള് പറയാ ചിന്തയാണ് ബിന്നിയുടെയും അക്ബറിന്റെയും ഒക്കെ വോട്ട് മറച്ചു കൊടുത്തിരുന്ന അല്ലെങ്കിൽ PR ചെയ്തിരുന്ന വ്യക്തി എന്നുള്ളത്. ഇയാളും പോയിട്ട് അക്ബറിനെ മുട്ടിയിട്ടുണ്ട് എന്നുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്? നമ്മളെ പോലെയുള്ള ആളുകൾ ഇതൊന്നും അറിയാതെ വോട്ട് ചെയ്യാൻ പോകുമ്പോ, ഞാൻ അനീഷേട്ടനാട്ടോ ഇന്ന് വോട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇന്ന് അനീഷേട്ടൻ തന്നെ വോട്ട് ചെയ്തിട്ടുള്ളൂ. ഇത്രയും നാളുടെ ഒരു വോട്ട് പോലും ഞാൻ മാറ്റി ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു സ്ത്രീകളെയും അപമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഒരു വൃത്തികേടും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇതൊക്കെ കാണിച്ചു കൂട്ടുന്ന ആളുകൾക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാ? പിന്നെ അനുമോളുടെ കടത്തിനെ കുറിച്ചിട്ട് നമ്മളെന്തിനു വ്യാകുലപ്പെടണം അല്ലേ? അവിടെ ആ ഒരു മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ ആക്കിയത് എന്ന് ചോദിക്കുമ്പോൾ പോലും അവരുടെ PR വന്ന് നമുക്ക് പൊങ്കാല ഇടുക. പല ആളുകൾക്കും വീട് ചെയ്യാൻ അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അത് ചെയ്താൽ ആളുകളിൽ എത്തുന്നില്ല എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് അവർ കമന്റ് ഇടാൻ പോകുമ്പോൾ പോലും അവർക്കെതിരെ പോലും ചില PR-കൾ വന്നിട്ട് ആക്രമിക്കുക. ഇപ്പൊ പല ആളുകളും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കാരണം ഞങ്ങൾക്ക് കമന്റ് പോലും ഇടാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും വീട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ആരും കാണില്ല, അതുകൊണ്ട് നിങ്ങളോട് പറയുന്നു, ആ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ വിഷമം മനസ്സിലാക്കണം നിങ്ങൾ. അയാൾ 1 രൂപ ആർക്കും കൊടുത്തിട്ടില്ല. അയാളെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അയാൾ ഒരു സ്ത്രീയെ പോലും അപമാനിച്ചിട്ടില്ലടോ. ഒരുപാട് വീട്ടമ്മമാര് കാണുന്ന പരിപാടിയാണിത്. ആ വീട്ടമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, കണ്ണുനീരൊലിപ്പിക്കുന്ന സീരിയലിൽ അവർ കാണിച്ചു കൂട്ടിയത് കണ്ട് നിങ്ങൾ ബിഗ് ബോസ് കാണാതെ അവർക്ക് വോട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഓർക്കണം, 24 മണിക്കൂറും ഞാൻ ഇന്നലെ രാത്രിയൊക്കെ പുലർച്ചെ 4 മണിക്കാണ് ഉറങ്ങുന്നത്. ലൈവ് കണ്ട് കൃത്യമായ ഡാറ്റയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അവിടെ ആദിലയും നൂറയും അനുമോളും അതുപോലെ തന്നെ അക്ബറും കൃത്യമായിട്ട് മോശപ്പെട്ട രീതിയിലാണ് ഇപ്പൊ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. നെവിനൊക്കെ ആ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു, ഷാനവാസ് പ്രശ്നങ്ങളിൽ മാറി നിൽക്കുന്നു. അതുകൂടാതെ തന്നെ അനീഷേട്ടൻ ആ പ്രശ്നങ്ങളിലേക്ക് പോകുക പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവിടെ പ്രശ്നങ്ങളെല്ലാം ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അനുമോൾക്കാണ്. അതായത് എല്ലാവരും അനുമോളെ ടാർഗറ്റ് ചെയ്ത് വന്നതാണ് എന്നൊക്കെ പലരും പറയുന്നു. പക്ഷെ അവർക്ക് അവരുടെ കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കി കൊടുക്കുന്ന അനുമോളാ. അനുമോള് ചക്ക വെട്ടിയിട്ടത് പോലെ ഒറ്റ ഇരുത്താ. എന്താ പറയാ? എൻ്റെ അടുത്ത് അവള് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ രണ്ടുപേരും മാത്രം ഇരിക്കുമ്പം എല്ലാ ക്യാമറ കൂടി ഒരുമിച്ച് നമ്മളെ മാത്രം നോക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു ലവ് ട്രാക്ക് പിടിച്ച് നമുക്ക് കുറച്ചുകൂടി സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ആ സാധനം പുറത്തേക്ക് പോകും. ഒരു ലവ് ട്രാക്ക് കോംബോ പിടിക്കാം എന്നവള് പറഞ്ഞു. പാവം, അതുകൊണ്ട് അടുത്ത ആഴ്ച അവൻ ഔട്ടാവുകയും ചെയ്തു. എങ്ങനെയുണ്ട്? ഇതിപ്പോ ശൈത്യ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കില്ല, അനുമോള് തന്നെ പറയും. അങ്ങനെയല്ല, നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വരായിരുന്നില്ലേ. ഞാനുണ്ടല്ലോ ഇടയ്ക്കിരുന്ന് ആലോചിക്കും. ഇടയ്ക്ക് ഇരുന്ന് ആലോചിക്കാറ് അധികം സമയമൊന്നും കിട്ടില്ലല്ലോ, അപ്പോഴത്തേനും പുറത്തായില്ലേ. പല ആളുകളും പറയാണ് നിഷ്പക്ഷമായിട്ടല്ലേ സന്ദീപെ വീട് ചെയ്യേണ്ടത്, അതെന്തുകൊണ്ടാണ് നിങ്ങൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നോട് ചോദിക്കുന്നത്. എന്താണ് നിങ്ങൾ നിഷ്പക്ഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാവരും ബാലൻസ് ചെയ്തിട്ട് എല്ലാവരും ഒരുപോലെ ഇങ്ങനെ ഒരേ ഗ്രാഫിൽ നിർത്തലാണോ നിഷ്പക്ഷം? അല്ല, പലപ്പോഴും നമ്മുടേതായ കുറച്ച് കാഴ്ചപ്പാടുകളും കൂടി അതിലേക്ക് വെക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു തെളിവ് തരാൻ പറ്റുമോ? അനീഷ് ഏട്ടൻ സ്ത്രീകളെ വൃത്തികേടുകൾ പറയുന്ന ഒരു ക്ലിപ്പ് കാണിച്ചു തരാൻ പറ്റുമോ? അനീഷ് ഏട്ടൻ ഒരാളെയും അപമാനിച്ചിട്ടില്ല. അവിടെ അപമാനങ്ങൾ വാരി വിതറുന്ന ആളുകളാണ് പലരും. അനിമോളുടെ വിഷയം തന്നെ, കുൽസിത വിഷയം നമുക്ക് മാറ്റിവെക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ അനിമോൾ എടുത്ത സ്റ്റാൻഡും നമ്മളത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യവും കൃത്യമാണ്. പക്ഷെ ബാക്കിയുള്ള വിഷയങ്ങൾ എടുത്തു നോക്കിയേ. ആദിലയോട് പറയുകയാണത്ര ബിൻസി എന്ത് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, പല ഭാഗങ്ങളും കാണിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളും ചാനലിൽ ഇത് കേൾക്കുന്നതും കാണുന്നതല്ലേ. അവിടെ ഒരു സദാചാര പോലീസ് പലപ്പോഴും അനുമോള് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പൊ ആ ഒരു കാര്യം ഒന്നും ചെയ്യാത്ത ഒരു മനുഷ്യൻ ഫൈനലിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ കൂടെ നിൽക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്? എന്ത് നിഷ്പക്ഷമാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങൾ മനസ്സിലാകുന്നില്ല. ഇവിടെ അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണെന്നുള്ളതാണ്. അയാൾ ഒരു മാന്യനാണ്, അയാൾ സാധാരണക്കാരനാണ്. അയാൾ ഏറ്റവും അവസാനം പോലും ഒരു ലവ് ട്രാക്ക് പിടിച്ചിട്ട് എന്താക്കാനാ ശ്രമിച്ചത്? ഇതിലിപ്പോ അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും, അവർക്കൊന്നും അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അനീഷേട്ടൻ ഇഷ്ടപ്പെടാത്ത ആളുകളും അനീഷേട്ടൻ ഇഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ടാവും. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത് വെറും ഒരു റിയാലിറ്റി ഷോ ആണ്. ആ ഒരു റിയാലിറ്റി ഷോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒന്നോ രണ്ടോ ക്ലിപ്പ് മാത്രം കണ്ടുകൊണ്ട് വിലയിരുത്തുന്നത് ശരിയല്ലല്ലോ. ഞാനൊക്കെ ബിഗ് ലൂസ് തുടങ്ങി അന്ന് മുതൽ ലൈവ് ഇരുന്ന് കാണുന്നത്, എവിടെയും പോകാൻ പോലും കഴിയാതെ 24 മണിക്കൂറും ഇതും കണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ വ്യക്തമായി ഇവരെ മനസ്സിലാക്കാനും കഴിയുന്ന ഒരു വ്യക്തിയാണ്. ചില ആളുകൾ വെറും എപ്പിസോഡാണ് കാണുന്നത്, എപ്പിസോഡിലൊന്നും ഒരു അംശം പോലും ബിഗ് ബോസിന്റെ കാണിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി വിനു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അമ്മോ ഇതും കൂടി നിങ്ങൾ കാണണം. പോലെ PR ഇല്ലാണ്ട് ബിഗ് ബോസിൽ പോണതൊക്കെ മണ്ടന്മാരാണ്, ഇത്ര വിചാരിച്ചാൽ മതി. കാരണം നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഹാൻഡിൽ ചെയ്യാൻ പുറത്തെ ആളില്ലെങ്കിൽ എപ്പോൾ ഔട്ടായി ചോദിച്ചാൽ മതി. എന്റെ കാര്യങ്ങൾ ബിഗ് ബോസ് പോയപ്പോ എന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്ത ആള് അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ നിങ്ങൾ കണ്ടില്ലേ. ജിൻഡയെ എല്ലാവരും ഇപ്പൊ കുറ്റപ്പെടുത്തുന്നുണ്ട്. PR-ന്റെ കഥ അവിടെ നിൽക്കട്ടെ. ജിൻഡയെ നമ്മൾ PR വർക്കല്ലാത്ത തന്നെ സാധാരണക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു സമയം ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ പല സ്റ്റേറ്റ്മെന്റുകളും ആള് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരുന്നത്. അതായത് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരണ്യയുടെ ആ ഒരു വിഷയം വലിയ രീതിയിൽ ഇവിടെ മലയാളികൾ എല്ലാവരും ചർച്ച ചെയ്തു. ആ സമയത്ത് അയാളെടുത്ത നിലപാടിനോട് കൂടെ നിന്ന ആളുകളാണ് പല ആളുകളും. പല വിഷയങ്ങളിലും അയാൾ നല്ല രീതിയിൽ നിന്നിട്ടുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ അയാളുടെ തനി സ്വഭാവം മനസ്സിലായി, അത് സത്യ. പക്ഷെ ഈ പുറത്തിറങ്ങിയ ജിൻഡോയെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം. അകത്ത് കളിക്കുന്ന സമയത്ത് അയാൾ എന്തായിരുന്നു, ഇതാണ് ചിന്തിക്കേണ്ടത്. അതാണ് റിയാലിറ്റി ഷോ, അതാണ് റിയൽ. അതിനെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ അനിമോൾ അകത്ത് നിന്ന് കാണിച്ച് നിങ്ങൾ കണ്ടില്ലേ, പുറത്തെങ്ങനെയാണ് അനിമോള്. ഡിഫറൻസ് മനസ്സിലാവണം, അത്രേ ഉള്ളൂ. അകത്ത് പോയപ്പോ അനിമോളുടെ യഥാർത്ഥ സ്വഭാവം വന്നു. കൊള്ളാം. അനു കേൾക്കുന്നുണ്ടോ? ഈ ബാക്ക് സ്റ്റാബിങ് ആരാ ചെയ്തെന്നറിയാവോ? നിന്റെ PR. അവൻ തന്നെയായിരുന്നു എന്റെ PR. എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് എന്തോരം പൈസ അവൻ വാങ്ങിച്ചെന്നറിയാവോ? എന്നിട്ട് നമ്മുടെ രണ്ടുപേരും കൂടി വീഡിയോ ഇട്ടിട്ടാണ് അവൻ ബാക്ക് സ്റ്റാബ് എന്നും പറഞ്ഞിട്ട് കുറെ കട്ടപ്പേട സാധനം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അല്ലാതെ ഞാൻ നിന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടില്ല. എന്റെ പൊന്ന് ശൈത്യമോളെ, നിന്നെ കട്ടപ്പയാക്കിയത് ഏഷ്യാനെറ്റാണ്. അതുകൂടാതെ അനിമോൾ ആ വാക്ക് പറഞ്ഞ് പിറ്റത്തെ ദിവസം തന്നെ പോസ്റ്ററുകൾ ഇഷ്ടം പോലെ കട്ടപ്പയുടെ ആ ഒരു പിക്ചറും വെച്ചുകൊണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള യൂട്യൂബർമാരാണ് ഇത് ചെയ്തതെന്നൊക്കെ ചില ആളുകൾ പറഞ്ഞു. അല്ല, അനിമോൾ കട്ടപ്പ എന്ന് വിളിച്ചതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. അതിന് ഞങ്ങൾ എല്ലാവരും ശരിവെക്കുന്നു, അത് സത്യസന്ധമായ കാര്യമാണ്. പക്ഷെ ആ ഒരു കാരണം കൊണ്ട് അനിമോൾ ഒരു വലിയ സംഭവമാണെന്നോ അനിമോൾ വലിയൊരു ഗെയിമറാണ് എന്നോ അനിമോൾ വിൻ ചെയ്യേണ്ടവരാണ് എന്നും ഞാൻ പറയുന്നില്ല. PR ബലം കൊണ്ട് എന്തായാലും ഇപ്രാവശ്യം അനിമോൾ കപ്പടിക്കും, ആ കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. പക്ഷെ സാധാരണക്കാരുടെ ഹൃദയം കീഴടക്കിയ മനുഷ്യന്മാരുണ്ട് അവിടെ, അനീഷേട്ടൻ ഷാനവാസ്കി. അവര് 1ാം സ്ഥാനം അടിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ 1, 2, 3 സ്ഥാനങ്ങളിൽ അവർ ആരെങ്കിലൊക്കെ ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനി അതിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുമെന്നൊന്നും പറയാൻ കഴിയില്ല.
എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നത്, വീട്ടിലെ പ്രശ്നങ്ങളോ എന്റെ കടങ്ങളോ അതോ ഇതൊക്കെ കണ്ട് ജനങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? നിങ്ങൾ കാണുന്ന ഗെയിമാണ്. ആ ഗെയിമിനകത്ത് അവർ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അതായത് അവർ റിയൽ ആയിട്ട് അവരെ കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട് ഇല്ലേ? ഒരുപാട് പ്രശ്നങ്ങളിൽ അനുമോളുടെ വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? അനുമോൾ ആവശ്യമില്ലാത്ത കുറെ പ്രശ്നങ്ങളിൽ പോയിട്ട് തലവെച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഓക്കെയാണ് കേട്ടോ. അതായത് ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുമോൾ കാണിച്ച ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശരിവെച്ചതാണ്. എല്ലാവർക്കും ഭക്ഷണം വേണം, ശരിയാണ്. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് വേണം, ശരിയാണ്. ഭക്ഷണം ബാക്കി വരുമ്പോൾ ആ ഭക്ഷണം ബാക്കി കഴിക്കാൻ കുറച്ച് കറി മാറ്റി വെക്കണം, ശരിയാണ്. ഇതൊക്കെ വീട്ടമ്മമാർ അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. അതൊരു സ്ത്രീകൾക്ക് മനസ്സിലാവുന്ന കാര്യമാണത്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ സപ്പോർട്ട് തന്നെയാണ്. പകരം ചില കാര്യങ്ങളിൽ ആവശ്യമില്ലാത്ത കരച്ചിൽ നാടകം, അനീഷേട്ടനെ ലവ് ട്രാക്കിൽ വിളിച്ച് വീഴ്ത്തുന്ന ഈ ഒരു പരിപാടി, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാം കണ്ടറിഞ്ഞുകൊണ്ടല്ലേ നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു പ്രശ്നത്തിലും ഇല്ലാത്ത ഒരാളല്ലേ അനീഷേട്ടൻ. അയാളെ നിങ്ങൾ എന്തിനാണ് പിന്നിൽ നിന്ന് കൊത്തുന്നത് എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. പണം വാങ്ങിക്കൊണ്ട് എന്റെ പൊന്നുമക്കളെ നിങ്ങൾ വോട്ട് ചെയ്യരുത്. പണം വാങ്ങിക്കൊണ്ട് നിങ്ങൾ ഇമാതിരി ഉളപ്പരിപാടികൾ കാണിക്കരുത്. ഞാൻ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്റെ കാഴ്ചപ്പാടുകളാണ് എന്റെ റിവ്യൂ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അനീഷേട്ടൻ അങ്ങനെ മാറ്റി നിർത്തേണ്ടതാണോ? അയാൾ അവിടെ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു മനുഷ്യൻ പോലും അറിയാത്ത ആ ഒരു മനുഷ്യൻ ടോപ്പ് 5 വരെ എത്തി നിൽക്കുന്നുണ്ട് എങ്കിൽ എല്ലാവരും അറിയപ്പെടുന്ന അനുമോള് ടോപ്പ് 5 എത്തി നിൽക്കുന്ന അന്തരം നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നുമില്ലാത്തവൻ എന്തെങ്കിലും ആകുമ്പോ കൂടെ നിൽക്കുക. എല്ലാം ഉള്ളവൻ. അനുമോളുടെ കടം നമ്മൾ ഉണ്ടാക്കിയതല്ല, അനുമോളുടെ മാത്രം കാര്യമാണത് അല്ലെ? അനീഷേട്ടൻ അങ്ങനെയുള്ള കടങ്ങളെ കുറിച്ചിട്ടോ വീട്ടിലത്തെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അത്ര തന്നെ. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യുക. പിന്നെ താല്പര്യമുള്ള ആളുകൾ കൂടെ നിൽക്കുക. അത്രേ പറയുന്നുള്ളൂ. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ.